മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഭൂമിദേവി നൽകുന്ന കറുത്ത ഗുളികയെന്നാണ് മുത്തങ്ങ കിഴങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. മുത്തങ്ങ വെറും പുല്ലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ആയുർവേദ ഗ്രന്ഥമായ ചരക സംഹിതയിലും പല അറേബ്യൻ ഗ്രന്ഥങ്ങളിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന മുത്തങ്ങ എന്ന പുൽവർഗത്തിന്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രധാനമായും ചെറുമുത്തങ്ങ, കുഴിമുത്തങ്ങ എന്നിങ്ങനെ രണ്ട് തരം മുത്തങ്ങയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. മുത്തങ്ങ പുല്ലിലും കിഴങ്ങിലും ധാരാളം ഫാറ്റി ഓയിൽ, ആൽക്കലോയിഡ്, സ്പോനിൻ എന്നിവ ധാരാളമായി കാണുന്നു. ഇതിന്റെ കിഴങ്ങുകൾക്ക് കയ്പ് രസമാണെങ്കിലും പോഷക ഗുണങ്ങൾ അനവധിയാണ്. ഒരു യൗവനദായക ഔഷധമാണ് മുത്തങ്ങ. മുത്തങ്ങ കിഴങ്ങ് അരികും മൊരിയും കളഞ്ഞ് വൃത്തിയാക്കി മോരിൽ തിളപ്പിച്ച് കഴിച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ, വയറുവേദന, ഗ്രഹണി, വയറിളക്കം എന്നിവയ്ക്ക് ശമനമുണ്ടാകും. ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്തും കൊടുക്കാം. അല്ലെങ്കിൽ ദോശമാവിൽ ചേർത്ത് ദോശയുണ്ടാക്കിയും കൊടുക്കാം. 15 ഗ്രാം മുത്തങ്ങ 1 ഗ്ലാസ് പാലും സമം വെള്ളവും ചേർത്ത് തിളപ്പിച്ച് പതിവായി കുറുക്കി കൊടുത്താൽ കുട്ടികളുടെ ദഹനക്കേട്, രുചിക്കുറവ്, വയറിളക്കം എന്നിവ സുഖപ്പെടും. വിരശല്യം മാറാൻ മുത്തങ്ങ കിഴങ്ങ് ഉത്തമമാണ്. കുട്ടികളിൽ കാണുന്ന വിശപ്പില്ലായ്മ, രുചിയില്ലായ്മ എന്നിവയ്ക്ക് പരിഹാരം കാണാൻ മുത്തങ്ങ പ്രധാനമായും ചേർത്തുണ്ടാക്കിയ മുക്താരിഷ്ടം കുടിച്ചാൽ മതി. പ്ലീഹ, കരൾ, ആഗ്നേയഗ്രന്ഥി എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് മുത്തങ്ങ ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു. ഇത് കഴിക്കുന്നതിലൂടെ അത് കരളിലെ ടോക്സിനെ പുറന്തള്ളി ആരോഗ്യത്തിന് സഹായിക്കുന്നു. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് മുത്തങ്ങയിട്ട് തിളപ്പിച്ച പാൽ കുടിക്കുകയോ മുത്തങ്ങ അരച്ച് സ്തനലേപനം ചെയ്യുകയോ ആകാം. ഇത് കുടിക്കുന്നതിലൂടെ മുലപ്പാൽ വർദ്ധിക്കുകയും കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി സംശയിക്കാതെ മുത്തങ്ങ കിഴങ്ങ് പ്രസവശേഷം സ്ത്രീകൾക്ക് നൽകാൻ ശ്രദ്ധിക്കണം. ഇത് കഴിക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കും. പ്രായമാകുന്നതോടെ ഉണ്ടാകുന്ന ഓർമ്മക്കുറവിന് ഏറ്റവും മികച്ചതാണ് മുത്തങ്ങ. തടി കുറയ്ക്കാൻ മുത്തങ്ങയും ഉലുവയും ചേർത്ത് കഴിച്ചാൽ മതി. പനി എന്ന അസുഖത്തിന് മുത്തങ്ങയുടെ കിഴങ്ങും പർപ്പടകപ്പുല്ലും കഷായം വെച്ച് കഴിച്ചാൽ നല്ലതാണെന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന മൂത്ര തടസ്സത്തിന് അരിക്കാടിയിൽ മുത്തങ്ങ അരച്ച് പൊക്കിളിൽ പുരട്ടിയാൽ മൂത്രതടസ്സം മാറിക്കിട്ടും. കരപ്പൻ പോലുള്ള അസുഖങ്ങൾക്ക് മുത്തങ്ങ, ചിറ്റമൃത്, മരമഞ്ഞൾ എന്നിവ അരച്ച് പുറമേ പുരട്ടുന്നത് നല്ലതാണ്. മുത്തങ്ങ കിഴങ്ങും നിലപ്പനക്കിഴങ്ങും പശുവിൻ പാലിൽ കിഴികെട്ടിയിട്ട് തിളപ്പിച്ച് കുറുക്കി ജലാംശം വറ്റിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് വെള്ളപ്പോക്ക് നിയന്ത്രണ വിധേയമാകുവാൻ സഹായിക്കും. അത്യുഷ്ണം മാറാൻ കുളിക്കുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ മുത്തങ്ങ അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. കുളി കഴിഞ്ഞ ശേഷം ഏറെ നേരം ചർമ്മത്തിന് നല്ല വാസനയും ലഭിക്കും. മുത്തങ്ങ ചതച്ചിട്ട എണ്ണ കാച്ചിയെടുത്ത് തലയിൽ തേക്കുന്നത് മുടികൊഴിച്ചിൽ ഒഴിവാക്കുന്നതിന് സഹായിക്കും. മുത്തങ്ങയുടെ ചെറുകിഴങ്ങിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളതിനാൽ ദാഹശമനത്തിന് ഉത്തമമാണ്. തലേ ദിവസം വൈകുന്നേരം തന്നെ മുത്തങ്ങ പറിച്ച് വൃത്തിയാക്കി ചതച്ച് റെഡിയാക്കി വെച്ച് പിറ്റേ ദിവസം വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇന്നത്തെ മുത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.